ശ്രീ എം ജയചന്ദ്രൻ, BJP പ്രതിനിധി പറയുന്നത് ഇത് പ്രതിപക്ഷത്തിൻ്റെ പിടിവാശിയാണ് സഭ സ്തംഭിപ്പിക്കാൻ കാരണമെന്നാണ്. PDT ആചാര്യയും പറയുന്നു പ്രതിപക്ഷത്തിനൊരു കൃത്യമായ സ്ട്രാറ്റജി ഇല്ലാതെ പോകുന്നതും സഭ ഇങ്ങനെ തുടർച്ചയായി 4-ാം ദിവസവും സ്തംഭിക്കാനൊരു കാരണമായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അടിയന്തര പ്രമേയം ഇന്നു തന്നെ അവതരിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തുടർച്ചയായ ഒരേ വിഷയമാണ് പ്രതിപക്ഷം സഭയിൽ അവതരിപ്പിക്കുന്നത്, അതും ഐക്യമില്ലാതെ. തൃണമൂൽ കോൺഗ്രസിനാണെങ്കിൽ അദാനി വിഷയത്തിൽ സഭ സ്തംഭിപ്പിക്കുന്നതിനോട് യോജിപ്പുമില്ല. അപ്പോൾ പ്രതിപക്ഷത്തിൽ തന്നെ വിള്ളലുണ്ടോ ശ്രീ ജയചന്ദ്രൻ? ഡോക്ടർ അരുൺകുമാർ, അതിലേക്ക് താങ്കളുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു നിമിഷം ശ്രീ കൃഷ്ണദാസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത് കേരള നിയമസഭയിലെ കാര്യമേ എനിക്കറിയാവൂ. പ്രസ് ഗാലറിയിൽ ഒരുപാട് ഇരുന്നിട്ടുള്ളതുകൊണ്ട്. ഇവിടെ അഡ്ജേൺമെന്റ് മോഷൻ വരുന്നത് റൂൾ 50 പ്രകാരമാണ്. റൂൾ 50 പ്രകാരം അഡ്ജേൺമെന്റ് മോഷൻ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തീരുമാനം എടുക്കണം. അതിനാണല്ലോ അടിയന്തര പ്രമേയം എന്ന് പറയുന്നത്. വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക അന്ന് തന്നെ. അത് പിറ്റേ ദിവസത്തേക്ക് നീട്ടിവെക്കാനല്ല ഈ അടിയന്തര പ്രമേയ നോട്ടീസ് കൊടുക്കുന്നത്. റൂൾ 50 അങ്ങനെ തന്നെയാണ് പറയുന്നത്. അത് നിയമസഭയുടെ ചട്ടമാണ്. ആ പുസ്തകത്തിലാണ് റൂൾ 50 ഉള്ളത്, എല്ലാ ചട്ടങ്ങളും. അത് പ്രകാരമാണ് നോട്ടീസ് കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ അത് എപ്പോൾ അവതരിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് അന്ന് തന്നെ അവതരിപ്പിക്കണം, ഇല്ലെങ്കിൽ വേണ്ട. ഇതേ ഉള്ളൂ തീരുമാനം. ലോക്സഭയിലെ എങ്ങനെയാണെന്നത് എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം ഞാൻ ലോക്സഭയിലെ അങ്ങനെ തന്നെയാണ്. ലോക്സഭയിലാണെങ്കിൽ അത് സഭയിലെ മറ്റു പരിപാടികൾ കഴിഞ്ഞ് 3 മണിക്ക് ശേഷമാണെങ്കിൽ അഡ്ജേൺമെന്റ് ഡിസ്കഷൻ നടത്താം ആ വിഷയത്തിൽ. ഇനി താങ്കൾ പറഞ്ഞ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത് ഈ രാഷ്ട്രീയ വിഷയങ്ങൾ, ദേശീയമായി രാഷ്ട്രീയ വിഷയങ്ങളുള്ളതിനെ കക്ഷി രാഷ്ട്രീയ പ്രശ്നമായി കാണുന്നതിൻ്റെ വലിയൊരു പ്രശ്നം ഇതിലുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രാഷ്ട്രീയ പ്രശ്നത്തിനെ കക്ഷി രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യുക. ഇപ്പോൾ മണിപ്പൂരിൽ അത് വംശീയ പ്രശ്നമല്ല, മറ്റു പലതുമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന BJP നേതാക്കൾ ഒരുപാടുണ്ട്. എല്ലാവരും ഒന്നും ഞാൻ ഇപ്പോഴും പറയുന്നു, ഓക്കെ ആയിക്കോട്ടെ, എല്ലാം ശരി, സമ്മതിച്ചു. എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതുവരെ അവിടെ പോകുന്നില്ല എന്ന മിനിമം ചോദ്യത്തിന് ഉത്തരം ആരാണ് തരിക? അത് പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി ഏൽപ്പിച്ചിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി വിരേൻ സിംഗിനെ മണിപ്പൂർ മുഖ്യമന്ത്രി ഏൽപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നു. അതാണല്ലോ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളും സംഭാൽ വിഷയമടക്കം, അദാനി വിഷയമടക്കം, ഒരുപാട് വിഷയങ്ങൾ മറ്റു പലതായിട്ട് വരുന്നുണ്ടല്ലോ. അജ്മീർ ദർഗയുടെ വിഷയം പുതുതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വർഗീയമായ ധ്രുവീകരണത്തിന് BJP വളരെ ശക്തമായി ശ്രമിക്കുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും വരുമ്പോൾ എവിടെയാണ് പ്രതിപക്ഷത്തിൽ ചർച്ച ചെയ്യേണ്ടത്? അത് പാർലമെന്റിൽ മാത്രമാണോ ചർച്ച ചെയ്യാൻ കഴിയുക? പാർലമെന്റ് ഇപ്പോൾ ചേരുന്ന വേളയിൽ സ്വാഭാവികമായും ഇന്ത്യയിലെ പ്രതിപക്ഷം അത് ഉന്നയിക്കണം. ലോക്സഭയിലും രാജ്യസഭയിലും ഉന്നയിക്കണം. അത് ഉന്നയിച്ചു കഴിയുമ്പോൾ അതിനെ കക്ഷി രാഷ്ട്രീയമായിട്ട് മാത്രമാണ് കാണുന്നത്, ഭരണപക്ഷം കാണുന്നത്. അവിടെ വരുന്ന ഒരു പ്രധാന പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്, ഇവിടെ പ്രതിപക്ഷത്തിന്റെ ഒരു അപാകതയായി തോന്നുന്നത് ഫ്ലോർ മാനേജ്മെന്റ് ആണ്. ലോക്സഭയുടെ, പ്രത്യേകിച്ചും ലോക്സഭയുടെ ഫ്ലോർ മാനേജ്മെന്റിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഒഴികെയുള്ള ബാക്കിയുള്ള പ്രതിപക്ഷങ്ങളെ ഏകോപിപ്പിച്ച് ഒറ്റക്കെട്ടായി പ്രതിപക്ഷത്തിന് പോകാൻ കഴിയാത്തത്? അത്തരത്തിലുള്ള ഫ്ലോർ മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിന് കഴിയാത്തത് എന്ന് സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകില്ലേ? അതിന് കോൺഗ്രസിന് മറുപടിയില്ല. കോൺഗ്രസിലെ ഒരാൾ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊപ്പം ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ കക്ഷികളും അണിനിരക്കാൻ തയ്യാറാണല്ലോ. അവരുടെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്, അതൊന്നും നമ്മൾ മറച്ചു വെക്കേണ്ടതില്ല. വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഫ്ലോർ മാനേജ്മെന്റിന് കോൺഗ്രസിന് നേതൃത്വപരമായ അവകാശമുണ്ട്, അതിനുള്ള ശബ്ദവുമുണ്ട്. അത് അംഗീകരിക്കാൻ ഇന്ത്യയിലെ മറ്റ് പ്രതിപക്ഷ കക്ഷികൾ തയ്യാറുമാണ് പാർലമെന്റിൽ. ആ തരത്തിൽ പക്ഷെ ഒരു ഫ്ലോർ മാനേജ്മെന്റ് നടക്കുന്നില്ല എന്നത് ദൗർഭാഗ്യകരമാണ്. അതുകൊണ്ട് മാത്രം ഇത് ചെയ്യുന്നില്ല എന്നുള്ളത് ന്യായീകരണമൊന്നുമില്ല. ഇത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞങ്ങൾ ചെയ്യും എന്നുള്ളതാണുള്ള നിലപാട്. ആ നിലപാടാണ് ഇപ്പൊ കാണുന്നത്. അതാണ്, അതിന് മറുപടിയാണ് എനിക്ക് വേണ്ടത് ശ്രീ കൃഷ്ണദാസ്. Debate with Dr. Arun Kumar.